കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. അവരുടെ വിചാരം അവരുടെ തറവാട്ട് ഭാഗത്ത് കൊണ്ട് നാട്ടുകാർ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നിയ വോട്ട് എന്തുകൊണ്ടും ചെയ്യാം. ഈ ആങ്ങളെ ചത്താനും പറ്റില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണും എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. അപ്പോൾ നാത്തൂനെ കരയിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ആങ്ങളെ ചത്താൽ മതി. എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. അതായത് സ്വന്തം നാട്ടിൽ അവനവൻ്റെ വീട്ടിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചാൽ ജാമ്യസംഖ്യ തിരിച്ചു കിട്ടാൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ചൂട്ടും കത്തിച്ച് പോകുന്നത്. ഭൂരിപക്ഷം ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഭൂരിപക്ഷവുമായി മുഖ്യമന്ത്രിയുമായി, ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിൽ നാളെ സത്യപ്രതിജ്ഞ ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്ത് BJP അല്ലെങ്കിൽ മറ്റ് പാർട്ടികളൊക്കെ ശക്തിപ്പെടുന്നത് നോക്കാൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതിങ്ങനെ 14 രാവ് കഴിഞ്ഞ നിലാവ് പോലെ ശോഷിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കോമാളിത്തരമാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. ഇപ്പോൾ ഒരു വിവരം കിട്ടി, നിനക്കൊക്കെ ഒരു വിവരമില്ല. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല, അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. കാഷ്വലായിട്ടാണ് ഇതുപോലുള്ള ഗുരുതര സ്വഭാവമുള്ളതും അതേസമയത്ത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കടലാസുകൾ എത്ര അലക്ഷ്യമായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മുകുൾ വാസനിക് എന്നൊക്കെ പറഞ്ഞ ആളുകൾ. ഇവർക്ക് സ്വന്തം ജനിച്ച നാട്ടിൽ യാതൊരു അംഗീകാരവും ഇല്ലാത്ത ആളുകളാണ്. അതിൻ്റെ കൂടെ വേറൊരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, അജയ് മാക്കൻ. ഈ മാക്കനുണ്ടല്ലോ 15 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ്. ആ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം തോറ്റുപോയി എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിച്ച് ഒരാൾ ജയിച്ചില്ല എന്നുള്ളതുമല്ല, ഇദ്ദേഹത്തിൻ്റെ ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു. അതായത് സ്വന്തം നാട്ടിൽ അവനവൻ്റെ വീട്ടിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചാൽ ജാമ്യസംഖ്യ തിരിച്ചു കിട്ടാൻ പറ്റാത്ത ആളുകളാണ് കേരളത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ചൂട്ടും കത്തിച്ച് പോകുന്നത്. മനോഹരം, ഗംഭീരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? എന്തുമാത്രം സീരിയസ് ആണ് ഈ വിഷയങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഇതിവിടെ ജയിച്ച MLA-മാർക്ക് ഒരു ഹാളിൽ യോഗം ചേർന്ന് അവരിൽ കൂടുതൽ വോട്ട് ഇടുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചാൽ മതി. അതിനുള്ള അറിവോ പ്രാപ്തിയോ ലോകവിവരമോ ഇവിടെയുള്ള MLA-മാർക്ക് ഉള്ളതായിട്ട് ഹൈക്കമാൻഡിലിരിക്കുന്ന ആളുകൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നിരീക്ഷകരെ അയക്കുന്നു. നിരീക്ഷകർ ഇവരോട് സംസാരിച്ച് ഒരു കടലാസിൽ കുറിച്ചുകൊണ്ട് പോകും. അത് ഡൽഹിയിൽ കൊണ്ടുപോയി മറ്റെന്തൊക്കെയോ ആഭിചാര പ്രവർത്തികൾ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുഖ്യമന്ത്രിയെ അങ്ങ് പ്രഖ്യാപിച്ച് കളയാം എന്നാണ് വിചാരിച്ചത്. നടന്നു തന്നെ. അപ്പോൾ ഇത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനേക്കാളും സങ്കീർണമായ പ്രക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു. അതേസമയത്ത് ജനങ്ങൾ വളരെയധികം ആകാംക്ഷാഭരിതരാണെന്ന് മാത്രമല്ല അസ്വസ്ഥരുമാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്തു പോയ ആളുകൾ UDF ജയിച്ചാൽ ഈ LDF-ൻ്റെ ദുർഭരണം അവസാനിക്കും. ഇനി പിണറായി വിജയൻ്റെ മുഖം കണ്ടല്ലോ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത ആളുള്ളവരുണ്ട്. അവർക്കൊക്കെ കൊഞ്ഞനം കുത്തുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ ഹൈക്കമാൻഡും ലോ കമാൻഡും നോ കമാൻഡും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോ ചരട് വലിക്കുന്നുണ്ട്, നല്ല കളി കളിക്കുന്നുണ്ട് പ്രേമമായിട്ട് തയ്യാറാക്കാൻ. മുഴുവൻ കാണുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിടിപ്പുകേട് തന്നെയാണ്. എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇതേ അഭിപ്രായമാണ് ഞങ്ങളെ പറ്റി. അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുന്നതാണ്. സതീശൻ കുറച്ച് വാശിയുള്ള ഒരാളാണ്, അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് നല്ല മതിപ്പുള്ള ഒരാളാണ്, വ്യക്തിത്വം. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ അപമാനിച്ചു വിട്ടു എന്ന് പറയണമെങ്കിൽ അദ്ദേഹം നിൽക്കൂല. ബോസിന്റെ കസേരയാണ് അവന്റെ ലക്ഷ്യം. പക്ഷെ ഇനി തിരിച്ച് നമ്മുടെ രണ്ടാം ഭാഗം ഗെയിം ആരംഭിക്കാൻ പോകുന്നുള്ളൂ. കഹാനി അഭി ബാക്കി ഹേ. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെല്ലാം ചീപ്പായിരുന്നില്ലേ? എന്താണ് ബാക്കി? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനി മന്ത്രിമാരെടുക്കണം. ഈ മന്ത്രിമാരെടുക്കുമ്പോൾ ഈ വേണുവിന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഈ കോൺഗ്രസ് സ്വഭാവം അങ്ങനെയാണല്ലോ, മനസ്സിലായി? നിർഭാഗ്യവശാൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മന്ത്രിസ്ഥാനമൊന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഇവരൊക്കെ കൂടെ സതീശനിലോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ പുതിയ, അതായത് സതീശൻ്റെ കാലഘട്ടത്തിലും രമേശിൻ്റെ കാലഘട്ടത്തിലും ഗ്രൂപ്പിസം ഇല്ലാതായതാണ് കോൺഗ്രസ്സിൽ. ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ട് കേരളത്തിൽ ശക്തമായ 3 ഗ്രൂപ്പ് ഉണ്ടാവുന്നു. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. തീർത്തും പറഞ്ഞുതരാം, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ 3 പേരും ഷൈൻ ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രക്രിയ നടത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ്, മനസ്സിലായി? ആരും അത് വേണുവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ കോക്കസ്, മനസ്സിലായില്ലേ? കോക്കസ് എന്നൊരു വാക്കുണ്ട് ഇതിൻ്റെ ഹൈക്കമാൻഡ്. അങ്ങനെ പാടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിയുടെ മാതിരി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മാതിരി ഒരു തീരുമാനം എടുത്തു തുടങ്ങി. ആ തീരുമാനം എടുക്കുന്നതിന് പകരമായിട്ട് ഇതെല്ലാം റോട്ടിൽ വലിച്ചഴിച്ച്, പിന്നെ വേറെ കാര്യം, ഇടുക്കി DCC പറയുന്നു എന്തെന്ന് നടപടി എടുക്കുന്നു. കോൺഗ്രസ് നടപടിയെടുത്ത് നമുക്കറിയാം, വിപ്പ് ലംഘിച്ച സുധീരനല്ലേ പിന്നീട് KPCC പ്രസിഡന്റ് ആയത്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു പ്രക്രിയയിൽ കൂടിയാണ് കേരള സംസ്ഥാനം കടന്നു പോകുന്നത്. ശ്രീ K. കരുണാകരൻ ലീഡറായിരുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷം ആന്റണി ലീഡറായിരുന്ന സമയത്തോ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ നമുക്ക് കണ്ട് ഓർമ്മയില്ല. ഇത് പുതിയ ഒരു പ്രക്രിയയാണ്. ആളുകളെ എങ്ങനെ വെറുപ്പിക്കാം,
ആളുകളെ എങ്ങനെ ഈ വോട്ട് ചെയ്ത ആളുകളെ എങ്ങനെ പഴയ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ഭേദം, പിണറായി വിജയനായിരുന്നു ഇതുപോലത്തെ കോമാളിത്തരമൊന്നും ഉണ്ടായിരുന്നില്ലോ എന്ന് പറയിപ്പിക്കാം. അതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരേ ഒരു മെച്ചം. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ജനപിന്തുണയുള്ള ഒരു നേതാവ്, പണപിന്തുണയുള്ള മറ്റൊരു നേതാവ്. പണമുള്ളവൻ്റെ കൂടെയാണ് MLA മാർ നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ നിൽക്കുന്നത് MLA മാർക്കും ഈ പണമുള്ള നേതാവിനും എതിരായിട്ടാണ്. ഘടകകക്ഷികൾക്ക് ഒരഭിപ്രായം, പാർട്ടിക്ക് വേറെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രഹേളികൾ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആ ഒരു ഗതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ആര്യ തന്നെ നേരത്തെ പറഞ്ഞുള്ളൂ, ഭൂരിപക്ഷം ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഭൂരിപക്ഷവുമായി മുഖ്യമന്ത്രിയുമായി, ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിൽ നാളെ സത്യപ്രതിജ്ഞ ഇറങ്ങുകയാണ്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്ത് BJP അല്ലെങ്കിൽ മറ്റ് പാർട്ടികളൊക്കെ ശക്തിപ്പെടുന്നത് നോക്കാൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതിങ്ങനെ 14 രാവ് കഴിഞ്ഞ നിലാവ് പോലെ ശോഷിച്ച് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കോമാളിത്തരമാണ് ഓരോ സ്ഥലത്തും നടത്തുന്നത്. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടുവന്നു. ഇനി കാര്യങ്ങളൊക്കെ ഡൽഹിയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഖാർഗെ, രാഹുൽ ഗാന്ധിക്കപ്പുറം ആ ചിത്രത്തിൽ ഒരു ത്രയമുണ്ട്. അതിൽ KC വേണുഗോപാൽ കൂടിയുണ്ട്. അപ്പോൾ ഒരു ഫെയർനെസിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇതിനു വേണ്ടി MLA മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ചു എന്നുള്ളതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ സുതാര്യ സുന്ദരമായിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട MLA മാരുടെ ഇടയിൽ മഹാനായ KC വേണുഗോപാലിനാണ് വമ്പിച്ച ഭൂരിപക്ഷം. MLA മാരുടെ അഭിപ്രായമാണ് പ്രധാനം. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അരിയിട്ട് വാഴിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കിലിക്ക് കുത്ത് അഥവാ പൊറാട്ട് നാടകം നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ സതീശന് ഈ 5 കൊല്ലവും വെയിലും കൊണ്ട് പിണറായി വിജയനെ എതിർക്കുന്ന തിരക്കില്ല. അദ്ദേഹം കുത്തിലും കോമയിലും സെമിക്കോളനിലും ഒക്കെ പിണറായിയെ എതിർക്കുന്നതിനിടയ്ക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പോലെ കരുണാകരനും ആന്റണിയൊക്കെ പണ്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് വില പേശാൻ പറ്റും. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? പറ്റിയെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പ്രത്യേകിച്ചും പുതുതായിട്ട് വന്ന സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങളെയൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് KC വേണുഗോപാലാണ്. എന്ന് മാത്രമല്ല ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആവശ്യത്തിന് ഫണ്ട് വേണമല്ലോ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റുപോയിട്ട് ഒരു കാരണം ഫണ്ട് ആവശ്യത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് നമ്മുടെ ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആദർശധീരനായ കോൺഗ്രസ്സുകാരനായിരുന്നു KPCC പ്രസിഡന്റ്. ഫണ്ട് ഉണ്ടാക്കി. ഇത്തവണ അങ്ങനെയല്ല, ഫണ്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ട് വന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ കാശ് ഇഷ്ടം പോലെ കിട്ടി. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർ ജയിച്ചു. അപ്പോൾ ഈ പൈസ ആരെങ്കിലും തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തണോ? അല്ല, അത് തെലുങ്കാനയിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നും വന്നാണ്. കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്, പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. അപ്പോൾ പണമാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ യുവ MLA മാർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ജയിച്ചവർ ഇദ്ദേഹത്തെ പിന്തുണച്ചു. പിന്നെ പഴയ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ നാമാവശേഷമായി. അതിൽപ്പെട്ട ആളുകൾ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആങ്ങളെ ചത്താനും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണും എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. അപ്പോൾ നാത്തൂനെ കരയിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, ആങ്ങളെ ചത്താൽ മതി. അങ്ങനെ ആങ്ങളെ കൊല്ലാനായിട്ട് A ഗ്രൂപ്പുകാർ തീരുമാനിച്ചു. അതാണ് മറ്റൊരു രംഗം. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പതിവുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. അവരുടെ വിചാരം അവരുടെ തറവാട്ട് ഭാഗത്ത് കൊണ്ട് നാട്ടുകാർ വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നിയ വോട്ട് എന്തുകൊണ്ടും ചെയ്യാം എന്ന് അങ്ങനെ ചിന്തിച്ചാണ് ഇതിപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയത്.